ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ? UDFന്റെ വികൃത മുഖം മറച്ചുവെക്കുവാൻ കഴിയില്ല മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കോൺഗ്രസിന്റെയും UDFന്റെയും വികൃത മുഖം മറച്ചുവെക്കുവാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിനെക്കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നു. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പോസ്റ്റിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ലൈഫ് മിഷൻ പിരിച്ചുവിടണം എന്നതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും പോസ്റ്റിൽ ചോദിക്കുന്നു. VD സതീശൻ ഇന്ന് നടത്തിയത് പരമാബദ്ധങ്ങൾ എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം, തുരങ്കപാത, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ, ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കിഫ്ബി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, കേരള ബാങ്ക്, കെ-ഫോൺ, കെ-റെയിൽ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തിനേയും എതിർത്ത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയല്ലാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ജനങ്ങളോട് പറയുവാനോ നല്ലതിനെ അംഗീകരിക്കുവാനോ തയ്യാറായിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. ബാലുശ്ശേരിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റു. നടുവണ്ണൂർ പഞ്ചായത്തിലെ 9ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി MK സിറാജിനാണ് മർദ്ദനമേറ്റത്. 2 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സിറാജ് പറഞ്ഞു. ലീഗിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഇയാളെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തീരുമാനിച്ചത്. ഇന്നലെ വൈകിട്ട് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മടങ്ങവെയായിരുന്നു സിറാജിന് മർദ്ദനമേറ്റത്. പരിക്കേറ്റ സിറാജ് ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആരാണ് മർദ്ദിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ബാലുശ്ശേരി പോലീസ് അന്വേഷിക്കും. ChatGPTയിൽ പരസ്യങ്ങളില്ല, വാദങ്ങളെ തള്ളി OpenAI. ChatGPT പ്രീമിയം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. സംഭവം വലിയ ചർച്ചയായതോടെ വിശദീകരണവുമായി OpenAI തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രീമിയം ഉപഭോക്താക്കൾക്കുള്ള ചാറ്റിനുള്ളിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ലെന്നും പ്രവർത്തനം സാധാരണ നിലയിൽ തന്നെയാണ് എന്നുമാണ് OpenAI വ്യക്തമാക്കിയിരിക്കുന്നത്. ChatGPT ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ടായിരുന്നു ഉപയോക്താക്കളുടെ പരാതി. ഇത് സംബന്ധിച്ച സ്ക്രീൻഷോട്ടുകളും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ChatGPT ഇപ്പോൾ പരസ്യങ്ങളും പ്രദർശിപ്പിച്ചു തുടങ്ങിയോ എന്ന തരത്തിലായിരുന്നു ഉപയോക്താക്കൾ സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചത്. ഉപയോക്താക്കൾ കണ്ടത് പരസ്യമല്ലെന്നും ChatGPTയിൽ സംയോജിപ്പിച്ച ടാർഗറ്റ് എന്ന ആപ്പാണെന്നും OpenAI അധികൃതർ പറയുന്നു. എന്നാൽ ചാറ്റിൽ ഒരു ബന്ധവുമില്ലാത്ത ആപ്പ് പ്രത്യക്ഷപ്പെട്ടതും അത് ഉപയോഗിക്കുവാൻ ഉപയോക്താക്കളെ പ്രോത്സാഹിപ്പിച്ചതും അടിസ്ഥാനപരമായി പരസ്യം തന്നെയാണ് എന്നാണ് ഉയരുന്ന മറുവാദം. പാലക്കാട് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച അപകടം 4 പേർക്ക് പരിക്ക്. പാലക്കാട് കൊടക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറ് മറ്റ് വാഹനങ്ങളിൽ ഇടിച്ച് കയറിയാണ് അപകടം നടന്നത്. മണ്ണാർക്കാട് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. നിയന്ത്രണം വിട്ട കാറ് സമീപത്തുള്ള ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കാണ് പരിക്കേറ്റത്. ഹോട്ടലിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന 3 ബൈക്കുകളും അപകടത്തിൽ തകർന്നു. അപകടത്തിന് കാരണം കാറിന്റെ അമിത വേഗതയാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ദിലീപിനെ വെറുതെ വിട്ടതിലും കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം. KPCC കണ്ണുരുട്ടി തിരുത്തി അടൂർ പ്രകാശ്. നടി പീഡന കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടെ കോൺഗ്രസിനെ വീട്ടിലാക്കിയിരിക്കുകയാണ് UDF കൺവീനറും MP യുമായ അടൂർ പ്രകാശ്. കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്നും അവൾക്കൊപ്പം നിൽക്കുമെന്നുമായിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുടെ നിലപാട്. അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകും എന്നായിരുന്നു സർക്കാരിന്റെയും നിലപാട്. ഇതിനിടയിലാണ് UDF കൺവീനർ ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തിയത്. അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ ജോലിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നും ദിലീപിനെ ബുദ്ധിമുട്ടിക്കുവാനാണ്
സർക്കാർ നീക്കം എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ദിലീപിന് നീതി ലഭിച്ചുവെന്നും ദിലീപുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും അടൂർ പ്രകാശ് പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. UDF കൺവീനറുടെ അഭിപ്രായ പ്രകടനം വിവാദമായതോടെ അടൂർ പ്രകാശിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇത് പാർട്ടിയുടെ അഭിപ്രായം അല്ലെന്നും അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങളെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തി. കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കേസിൽ പ്രതിയായിരുന്ന നടൻ ദിലീപിനെ വെറുതെ വിട്ടത് അന്തിമ വിധി അല്ലെന്നും നിയമപോരാട്ടം തുടരും എന്നുമായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാക്കളിൽ ഏറെയും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്നും നിയമപോരാട്ടത്തിന് സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ദിലീപിനെ പിന്തുണച്ചും സർക്കാർ അപ്പീലിന് പോവുമെന്ന പ്രതികരണത്തെ വിമർശിച്ചും UDF കൺവീനർ രംഗത്ത് വന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എൽ മൂവിക്കെതിരെ സൈബർ ആക്രമണം. സിനിമയെ സിനിമയായി കാണണമെന്ന് സംവിധായകൻ. OTTയിൽ റിലീസ് ചെയ്ത എൽ എന്ന ചിത്രത്തിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നതായി അണിയറ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം മനോരമ മാക്സിലൂടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ചിത്രത്തിന്റെ പ്രമേയം സംബന്ധിച്ച് ചിത്രീകരണം നടക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രാചീന ജൂത സംസ്കാരത്തിന്റെയും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെയും ഒക്കെ ചില മിത്തുകളെ പുനരാവിഷ്കരിക്കുന്ന എൽ ഒരു പ്രൊപ്പഗണ്ട ചിത്രമെന്നാണ് ആരോപണമുയരുന്നത്. കലാഹരണപ്പെട്ട ജൂതമിത്തുകൾ പോസ്റ്റ് മോഡേൺ കാലത്തെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് അണിയറ പ്രവർത്തകരുടെ ചില നിഗൂഢ ലക്ഷ്യമെന്നും ആരോപണമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പടുകൂറ്റൻ ജയം. പ്രോട്ടീസിനെ 101 റൺസിന് തകർത്തു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20യിൽ ഇന്ത്യയ്ക്ക് പടുകൂറ്റൻ ജയം. 101 റൺസിനാണ് പ്രോട്ടീസിനെ തകർത്തത്. ഇന്ത്യയുടെ 175 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക വെറും 74 റൺസിന് ഓൾ ഔട്ടായി. ഹാർദിക് പാണ്ഡ്യയുടെ മസിൽ പവറിന് പിന്നാലെ ബൌളർമാരും കണ്ടെറിഞ്ഞപ്പോൾ പ്രോട്ടീസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. സഞ്ജു സാംസണ് പകരം ഗൌതം ഗംഭീർ കൊണ്ടുവന്ന രാജ്കുമാർ ശുഭ്മാൻ വീണ്ടും പരാജയമാവുന്നത് കണ്ടായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗിന്റെ തുടക്കം. വൈകാതെ ക്യാപ്റ്റൻ സൂര്യകുമാറും കൂടാരം കയറി. 26 റൺസ് എടുത്ത തിലക് വർമ്മയും 23 റൺസുമായി അക്സറും പൊരുതിയെങ്കിലും വൈകാതെ വീണു. പിന്നാലെ വന്ന ഹാർദിക് പാണ്ഡ്യയുടെ വമ്പൻ അടികൾ ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിച്ചു. 28 പന്തിൽ 6 ഫോറും 4 സിക്സറും ഉൾപ്പെടെ ഹാർദിക് പുറത്താകാതെ നേടിയത് 59 റൺസ്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ തകർച്ച രണ്ടാം പന്തിൽ തുടങ്ങി. 6 പേർക്ക് 2 അക്കം കടക്കുവാൻ പറ്റാതിരുന്ന ഇന്നിംഗ്സിൽ ടോപ്പ് സ്കോററായത് 22 റൺസ് എടുത്ത ഡെവോൾഡ് ബ്രെവിസ്. ഇന്ത്യയ്ക്കായി അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഓൾറൌണ്ട് പ്രകടനത്തോടെ ഇന്ത്യയുടെ ജയം ഉറപ്പിച്ച ഹാർദിക് പാണ്ഡ്യയാണ് കളിയിലെ താരം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.